ഞാൻ ഈ സബ്വൂഫറായിട്ട് ഇങ്ങനത്തെ ഈ റബ്ബറിൻ്റെ ഇതുള്ള പേപ്പറിൻ്റെ ഈ വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ടപ്പോഴേ അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകൾ വന്ന് മാഗ്നറ്റിൻ്റെ ഇത് 650 വാട്ട്സുള്ളത് എങ്ങനെയാണോ 1000 വാട്ട്സ്. അപ്പോൾ മാഗ്നറ്റ് അവിടെ പോയി, ഞാനാരാ മാഗ്നറ്റോ എന്നുള്ള കമൻറ്റൊക്കെ വന്ന്. അപ്പോൾ ഇതാരോടും തർക്കിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ല. ഇതിപ്പോൾ ഞാൻ 650 അഹൂജ ഞാനിപ്പോൾ ഇത് പേപ്പർ ഇട്ടിട്ട് 1000 ആക്കിയതാണെന്ന് പറഞ്ഞില്ലേ. ഇനി ഞാൻ 1000 വാട്ട്സ് എന്നുള്ള പേരിൽ വരുന്ന 226ൻ്റെ ഇത് 1000 വാട്ട്, അതിൽ ഓൾറെഡി 1000 വാട്ട് 8 ohms എഴുതിയിട്ടുണ്ട്. ഇത് പേപ്പർ ഇടാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ അളവും 650ൻ്റെ മാഗ്നറ്റിൻ്റെ അളവും സെയിമാണ്. പക്ക കറക്റ്റ് എങ്ങനെ സ്കെയിലിന് അളന്നു കഴിഞ്ഞാലും 9.5 ഇഞ്ച് ഉണ്ട്, ഹൈറ്റ് 1.25 ഉണ്ട്. പക്ക സെയിമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, ഈ അഹൂജയുടെ ഈ സ്പീക്കറില്ലേ, ഈ സ്പീക്കറിൽ കമ്പനി തന്നെ ഇറക്കണത് അഹൂജ 650 എന്ന് പറഞ്ഞ് ഇറക്കണതും 1000 വന്ന് ഇറക്കണതും സെയിം ഒരേ സാധനമാണ്. അതിൽ കമ്പനീൻ്റെ ഇത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ പേപ്പറിലും കോയിലും സ്പൈഡറിലുമാണ് വ്യത്യാസം വരുന്നത്. ഇത് പിന്നെ ഞാൻ പറയാം, ആരെയും ഒരു തർക്കിക്കാനോ അതൊന്നുമല്ല കേട്ടോ, എനിക്കുള്ളൊരു അറിവാണ്. ഇനി അത് ഞാൻ പഠിച്ചത് ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ 650 അഹൂജ വരുന്നതും 1000 1200 എന്നൊക്കെ വരുന്നതും മാഗ്നറ്റിക് സൈസ് 1 ആണ്. ഇപ്പോൾ അതാ ഇതിൽ 1000 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും അതും മാഗ്നറ്റ് സെയിം ആണ്. പിന്നെ ഒരു കമൻറ്റ് വേറെ വന്നതുണ്ടായിരുന്നു, കമ്പനിനായിട്ട് മറുപടി പറയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലിൻ്റെ ഇത് കാര്യങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടേ സബ്വൂഫർ അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ എന്ന്. നമ്മളതൊക്കെ നോക്കി ബോറ് വരെ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മിഡ് ബാസ് അല്ല ഇതാണെന്നുള്ളത്. പക്ഷേ കമ്പനി ലോ ഫ്രീക്വൻസിയിൽ ഇത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളിത് ആൾട്ടർ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ആ പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി പറഞ്ഞുതരാം. നമ്മളൊരു സൈലൻസറിൻ്റെ ഉള്ളിലെ നെറ്റ് മറ്റേ ഫിൽറ്റർ നമ്മൾ ഊരി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറിയ സാധനത്തിൽ നിന്ന് തന്നെ അത്രയും വലിയ സൗണ്ട് ലൗഡ് അതിൽ വരുന്നില്ലേ. അതേമാതിരിയൊക്കെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1000 വാട്ട്സ് സപ്പോർട്ട് ചെയ്യാനുള്ള മാഗ്നറ്റ് ഉണ്ടായതുകൊണ്ടാണ് അഹൂജ 650 എന്ന് പറഞ്ഞ മോഡൽ ഞാനിത് 1000 ആയിട്ട് ഇന്നൗട്ട് കോയിൽ വരെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സബ്വൂഫറിൻ്റെ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പോർട്ടാണ്. അപ്പോൾ എൽ പോർട്ടിലേക്ക് കറക്റ്റ് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേപ്പറിൻ്റെ ആക്ഷൻ അകത്തേക്കും പുറത്തേക്കും നന്നായിട്ട് ജെർക്ക് ചെയ്ത് വർക്ക് ചെയ്യണം. എന്നാലേ നെഞ്ഞിപ്പല ഇളകുന്ന രീതിയിലുള്ള ബാസ് അതിന് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ അഹൂജ 650 ആ മോഡൽ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാസ് ഉണ്ടാവും, പക്ഷേ വെയിറ്റ് ഉണ്ടാവില്ല, ചെണ്ടയിൽ മുട്ടുന്ന രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ബോക്സ് ഇത് അവിടെ ഞാൻ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, പുറത്ത് കാണണമെന്ന് വിചാരിക്കുന്നത് ഭയങ്കര വെയിലാണ്. അപ്പോൾ എല്ലാം കൂടി ഫിറ്റ് ചെയ്തിട്ട് വർക്കിംഗ് വീഡിയോ ഞാനിടാം. അപ്പോൾ ഏകദേശം പിടുത്തം കിട്ടും.